ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അടൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവളെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം ഇന്ന് കിയാരൻ്റെ പപ്പൻ്റെ ബർത്ത്ഡേ ആണ്. വെറുതെ അടൂർ പോകാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേ മാന് ഭയങ്കര ബിസിയാണ്. കിയാരക്കാണെങ്കിലും നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ ഒരു ബസ് നമ്മുടെ മുമ്പിലായിരുന്നു. ബാംഗ്ലൂരിലോട്ടുള്ള ബസ്സാണ്. അപ്പോൾ ഇത് ഈ സമയത്ത് എന്താണെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു പോയി. കാരണം രാത്രിയിലാണ് കൂടുതലായിട്ടും ഇത് പോവാറ്. അപ്പോൾ ഇവളിതാ നല്ല ഉറക്കിലാണ് ആളുള്ളത്. നമ്മൾ അടൂരെത്തി. അപ്പോൾ ഇവിടെ മഴയായിരുന്നു, പിന്നെ ചെറുങ്ങനെ ഇടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. കിയാരയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ അടൂർ എത്തുമ്പോൾ തന്നെ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പഴംപൊരിയും അവൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ്റെ പീസും തന്നിട്ടുണ്ടായിരുന്നു അവർ. ഇവക്ക് ഫുഡ് കൊടുക്കാൻ തന്നെ കുറേ സമയം വേണ്ടി വന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, കുറേ സമയമായല്ലോ പോയിട്ടെന്ന്. അപ്പം ഞാൻ കഞ്ഞിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കും ചിക്കൻ കറി അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് കിയാര ഇവരൊന്നിച്ചായിരുന്നു. ഹലോ, എന്നാ മാമ കുച്ച രണ്ടുപേരും നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. ഇവിടെ താഴെന്തോ സൗണ്ട്, ചെണ്ടേൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയിട്ടുണ്ട്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഉത്സവമൊക്കെ കഴിഞ്ഞല്ലോ എന്ന്. CPM എന്തോ ജാഥയായിരുന്നു. അപ്പോൾ കിയാര നല്ല ഉറക്കിലായിരുന്നു. ചെണ്ട എന്ന് പറയുമ്പോൾ ആളെ എഴുന്നേറ്റതാണ്. പിന്നെ നമ്മൾ താഴെ വന്നു. നമിത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ഡ്രസ്സ് മാച്ചിങ് ഉണ്ട്. നമിതയുടെ യൂണിഫോമാണ്. അപ്പോൾ കിയാരയുടെ ഡ്രസ്സും അതുമായിട്ട് നല്ല മാച്ച് ഉണ്ട്. ഇവളുടെ ഈ ഒരു ഡ്രസ്സിൽ സിംഗിൾ പിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കുന്നുള്ളതാണ്. പക്ഷെ അവൾക്ക് ചിരിയൊന്നുമില്ല. പിന്നെ നമ്മളുടെ 3 പേരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷോപ്പിലാണുള്ളത്. ഇതെടുത്തോ, അതൊന്നും എടുത്തൂടാ, ഇങ്ങോട്ട് വാ. പിടിച്ചോതാ. ഇതാ ഈ കുപ്പി അവിടെ പിടിക്ക്, ഇരിക്ക്. കുപ്പി പിടിക്ക്, ഇരിക്കവിടെ, ഇരിക്ക്. ഇവള് പേരക്ക കഴിക്കുന്നുള്ളതാണ്. പിന്നെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ നോക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഫ്രൂട്ടി കുടിക്കാൻ വന്നതാണ്. ഇപ്പൊ കിയാരക്ക് കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം സുള്യത്തേക്ക് പോകുന്നുള്ളതാണ്. ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക്. അപ്പോൾ ഇവിടെ സുള്യത്തുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കിയാരയ്ക്ക് നല്ല ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും ഒരു കേക്ക് കട്ടിങ് ഉണ്ട്. ഇപ്പോൾ ഇതാ ഹാപ്പി ബർത്ത്ഡേ കൃപേഷ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേക്കിൽ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു. to you, happy birthday to you, happy birthday to you. വേണ്ടെന്ന് പറയാനേ
ഇത് നേഴ്സാണ്. അപ്പോൾ ഇവളെ കൂടുതൽ ആരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ വീഡിയോസിലൊക്കെ. അപ്പോൾ ബാക്കി എല്ലാവരെയും ഏകദേശം എല്ലാവർക്കും അറിയുമായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇവിടുത്തെ സ്റ്റാർട്ടേഴ്സൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാൻസ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കിയാരയ്ക്കാണെങ്കിൽ ഉറക്കമൊന്നുമില്ല. അപ്പോൾ അവർ പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ചതാണ്. കിയാര നല്ല മൂഡിലായിരുന്നു. കണ്ണന് തൊണ്ടവേദന ആയതുകൊണ്ട് ആൾ സൈലൻ്റ് ആണ്. ഇല്ലെങ്കിൽ അവനും ഡാൻസ് കളിച്ചതന്നെ. പിന്നെ ശ്രുതി ഫോണിലാണ്. ഇപ്പോൾ ഇവരൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു.